Dear students, Computerized Accounting, Chapter 1, Grouping of Accounts. നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ട്സുകളെ എങ്ങനെയാണ് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് ലെഡ്ജർ അക്കൗണ്ട്സുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു. അതായത് സാലറി അക്കൗണ്ട്, വേജസ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെ ഒരുപാട് ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു. ഈ ലെഡ്ജർ അക്കൗണ്ട്സുകളെ അതിൻ്റെ നേച്ചർ അനുസരിച്ച്, ഒരു കോമൺ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ഒരുപോലെയാണെന്ന് തോന്നുന്ന അക്കൗണ്ട്സുകളെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹെഡിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്? ദ പ്രോസസ് ഓഫ് ക്ലാസിഫയിങ് അക്കൗണ്ട്സ് ഓഫ് സിമിലർ നേച്ചർ ഇൻ വൺ പ്ലേസ് ഈസ് കോൾഡ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്. എന്തിനാണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്? ദ പ്രോസസ് ഓഫ് ക്ലാസിഫയിങ് അക്കൗണ്ട്സ് ഓഫ് സിമിലർ നേച്ചർ, അതായത് ഒരേ ക്യാരക്ടറുള്ള അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള അക്കൗണ്ട്സുകളെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇൻ അക്കൗണ്ടിങ് ദെയർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് അക്കൗണ്ടിൽ പലതരത്തിലുള്ള അക്കൗണ്ട്സുകളുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് നേച്ചർ we can classify accounts as assets, liabilities, income, expenses and capital. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ലെഡ്ജർ അക്കൗണ്ട്സിൽ അതിൻ്റെ കോമൺ നേച്ചർ അനുസരിച്ച് ഒരു ഹെഡിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഏതൊക്കെ തരത്തിലുള്ള ഗ്രൂപ്പുകളാണ് വരുന്നത്? അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻസ് ആൻഡ് ക്യാപിറ്റൽ. ഇതിൽ അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലൊക്കെ എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ എഴുതും. ഇൻകം, എക്സ്പെൻസസ് എവിടെയാണ് എഴുതുന്നത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ഇതിൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകത്തിനെ വീണ്ടും രണ്ട് ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, അതായത് എക്സ്പെൻഡിച്ചറിനെ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, ഇൻകത്തിനെ ഡയറക്റ്റ് ഇൻകം ആൻഡ് ഇൻഡയറക്റ്റ് ഇൻകം, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും വീണ്ടും പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് താഴേക്ക് നോക്കാം. ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ കുറിച്ച് നോക്കാം. ഇതും നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്. അതായത് ഏതൊക്കെ ഗ്രൂപ്പുകളാണ് വരുന്നത്? അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ. ഇങ്ങനെയാണ് ആ ഗ്രൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഏതാണ്? അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതിനൊന്നും കൂടിയും എഴുതിയിരിക്കുകയാണ്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റീസ്. ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിറ്റീസ് മീൻസ് ടോട്ടൽ ക്ലെയിം എഗെയിൻസ്റ്റ് ദ ബിസിനസ്. ടോട്ടൽ ക്ലെയിം എഗെയിൻസ്റ്റ് ദ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനെയാണ് ക്ലെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞാൽ അത് ആർക്കൊക്കെ ആയിരിക്കും? ഒന്നെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ആയിരിക്കാം. അപ്പോൾ ബിസിനസ് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനെയാണ് ക്ലെയിം അല്ലെങ്കിൽ ഇക്വിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും? ലയബിലിറ്റീസ് വരും, ക്യാപിറ്റൽ വരും. ഇനി ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് ഇവിടെ ഇക്വേഷൻ കൊടുത്തിരിക്കുകയാണ്. ആ ഇക്വേഷന് വേറെ രീതിയിൽ എഴുതിയിരിക്കുകയാണ്. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പ്ലസ് ബ്രാക്കറ്റിൽ കൊടുത്തതിനുണ്ടോ? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് എപ്പോഴും എന്താ ചെയ്യുക? ക്യാപിറ്റലിനോടി പ്ലസ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയും കൂടി ഇതുണ്ടായിരിക്കും? എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ പാർട്ട്നേഴ്സ് പ്ലസ് പ്രോഫിറ്റ് ഏൺ ബൈ ബിസിനസ്. ആ ഒരു കോൺസെപ്റ്റിലാണ് ഇവിടെ ക്യാപിറ്റൽ പ്ലസ് ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ്സ് ഈസ് ഈക്വൽ ടു എന്താണ്? ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പ്ലസ് ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതിൽ നമ്മൾ 3 ഇക്വേഷൻസ് കണ്ടു. ഏത് ഇക്വേഷൻ എഴുതിയാലും ശരിയാണ്, അതിന് വേറൊരു രീതിയിൽ എഴുതിയെന്നുള്ളൂ.
അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം കൂടുതലും പഠിച്ചിട്ടുണ്ടായിരിക്കും ആദ്യത്തെ ഇക്വേഷൻ ആയിരിക്കും അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതിൽ ലയബിലിറ്റീസും ക്യാപിറ്റലും കൂടുതൽ ചേരുമ്പോൾ അതിനെന്ത് വിളിക്കും? ഇക്വിറ്റി എന്ന് വിളിക്കും. ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ്സിന് മറ്റുള്ളവരോട് ഓൺ ചെയ്തിരിക്കുന്ന എമൗണ്ടിനെയാണ് ഇക്വിറ്റീസ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓണേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ആയിരിക്കാം. പിന്നെ നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ബൈ ദ പാർട്ട്നേഴ്സ് പ്ലസ് പ്രോഫിറ്റ് ഓർ ലോസ് ഏൺ ബൈ ദ ബിസിനസ്. അതുകൊണ്ടാണ് ഇതിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പ്ലസ് ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ലെഡ്ജർ അക്കൗണ്ട്സിൽ മെയിനായിട്ട് ഏതൊക്കെ ഗ്രൂപ്പുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇൻകം, എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ. ഈ ഗ്രൂപ്പുകൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഇക്വേഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ഇക്വേഷൻ ഏതാണ്? അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പ്ലസ് ബ്രാക്കറ്റിൽ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ്. ഇനി ഈ ഓരോ ഗ്രൂപ്പിനെയും താഴെ വരുന്ന സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം. അക്കൗണ്ടിങ് ഇക്വേഷനിലെ ഇൻകം എക്സ്പെൻഡിച്ചറും നമ്മൾ ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് എഴുതാറ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അപ്പോൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? അതിൻ്റെ താഴെ വരുന്ന സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ആ ഗ്രൂപ്പിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്? അതാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഏതൊക്കെയാണ് മെയിൻ ഗ്രൂപ്പ് ഏതാണ്, സബ് ഗ്രൂപ്പ് ഏതാണ്, ലെഡ്ജർ അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകത്തിൽ സബ് ഗ്രൂപ്പുകളൊന്നും വരുന്നില്ല. അതേസമയം അതിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ്? അതായത് സെയിൽസ്, പ്രൊഫഷണൽ ഫീസ്. പ്രൊഫഷണൽ ഫീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാർക്ക് വരുന്നതല്ല, അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ഇൻകം എന്ന്. അത് എനിക്കൊന്ന് പറയാൻ കാരണം നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ സാധാരണ കേസിൽ പർച്ചേസസിൽ നിന്നും മൈനസ് ചെയ്യാണ് ചെയ്യാറ്. അതിന് പകരം ക്രെഡിറ്റ് സൈഡിൽ എഴുതും ഇൻകമായിട്ട്. നമുക്ക് കിട്ടുകയല്ലേ ചെയ്യുന്നത്, അതിന് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇനി അടുത്തത് ഏതാണ്? ഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസിൽ സബ് ഗ്രൂപ്പുകളൊന്നുമില്ല. അതിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സിൽ ഏതൊക്കെയാണ്? വേജസ്, ക്യാരേജ് ഇൻവേർഡ്, കോൾ, ഗ്യാസ് ആൻഡ് വാട്ടർ ഫാക്ടറി. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിശദമായിട്ട് ഇപ്പോൾ ഇവിടെ പറയണില്ല. നിങ്ങളത് ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി ഏതൊക്കെയാണ് ഗ്രൂപ്പുകൾ, സബ് ഗ്രൂപ്പുകൾ എന്നുള്ളത്. അപ്പോൾ ഇൻഡയറക്റ്റ് ഇൻകം. ഇൻഡയറക്റ്റ് ഇൻകത്തിൽ സബ് ഗ്രൂപ്പ് വരുന്നില്ല. അതിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ്? ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ലെഡ്ജർ അക്കൗണ്ട്സുകളാണ്. അതായത് ബാഡ് ഡെബ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസാണ് ബാഡ് ഡെബ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് എക്സെട്ര. ഇനി അടുത്തത് ഏതാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അതിൽ സബ് ഗ്രൂപ്പുകളൊന്നും വരുന്നില്ല. ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ട്സിൽ ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന ഐറ്റംസാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ഐറ്റംസ് തന്നെയാണ്. ഞാനിവിടെ അങ്ങനെ ആവർത്തിക്കണമൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അതായത് അക്കൗണ്ടിങ് ഇക്വേഷനിൽ വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻഡിച്ചർ. അതിൽ ഇൻകം, എക്സ്പെൻഡിച്ചർ ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് എൻ്റർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അല്ലെങ്കിൽ ഇൻകം ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അതിന് വീണ്ടും എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, അങ്ങനെ 4 ഗ്രൂപ്പുകളായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഗ്രൂപ്പുകളും വന്നിരിക്കുന്ന ലെഡ്ജർ അക്കൗണ്ട്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? പ്രോഫിറ്റ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നതാണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നതാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞ ഇക്വേഷനിൽ 3 ഐറ്റം കൂടി, 3 ഗ്രൂപ്പിനൂടി ബാക്കിയുണ്ട്. ഏതൊക്കെയാണ്? അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. ഇത് 3ഉം നമ്മൾ എവിടെയാണ് എഴുതുന്നത്? ബാലൻസ് ഷീറ്റിലാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന
ഗ്രൂപ്പുകളുടെ സബ് ഗ്രൂപ്പും അതിൻ്റെ ലെഡ്ജർ അക്കൗണ്ട്സും ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അസറ്റ്സ് നോക്കാം. അസറ്റ് സൈഡിൽ എഴുതുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. അസറ്റ് സൈഡിൽ വരുന്ന മെയിൻ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഫിക്സഡ് അസറ്റ്സ്, സെക്കൻഡ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ്, തേർഡ് വൺ ലോൺ, കറൻറ്റ് അസറ്റ്സ്, മിസ്ലേനിയസ് എക്സ്പെൻസസ്. അത്രയാണ് ക്രെഡിറ്റ് സൈഡിൽ അസറ്റ് സൈഡിൽ വരുന്ന ഗ്രൂപ്പുകൾ. ഇതിൽ ഫിക്സഡ് അസറ്റ്സിൽ വരുന്ന സബ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ബിൽഡിംഗ്, ഫർണിച്ചർ, ലാൻഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇനി അതിൽ വരുന്ന ഓരോ ലെഡ്ജർ അക്കൗണ്ട്സുകളും അതൊന്നും ഞാനിവിടെ വായിക്കാൻ നിൽക്കണില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന സബ് ഗ്രൂപ്പുകളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബാങ്ക് ഡെപ്പോസിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. അതിലെ ലെഡ്ജർ അക്കൗണ്ട്സുകൾ പറഞ്ഞിട്ടുണ്ട്. ലോണിന് സബ് ഗ്രൂപ്പുകളൊന്നുമില്ല. കറൻറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ബാങ്ക്, ക്യാഷ്, ഇൻവെൻറ്ററി, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, സൺട്രി ഡെറ്റേഴ്സ്. പിന്നെ മിസ്ലേനിയസ് എക്സ്പെൻസസ്, അതിൽ പ്രിലിമിനറി എക്സ്പെൻസസ് ആണ്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരുന്ന എക്സ്പെൻസസിനെയാണ് പ്രിലിമിനറി എക്സ്പെൻസസ്. അതായത് ഡിസ്കൗണ്ട് ഇഷ്യൂ, ഷെയർസ്, അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് മിസ്ലേനിയസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പിന്നെ നമ്മൾ ഒരു 5th ചാപ്റ്റർ ജീനുക്കാത്തൊരു ചാപ്റ്റർ ഉണ്ട്, അതിൽ നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് വൺ ലയബിലിറ്റി സൈഡിൽ എഴുതുന്നതാണ് ക്യാപിറ്റൽ ഓർ കോർപ്പസ്. ക്യാപിറ്റൽ ഓർ കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കോർപ്പസ് എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. പിന്നെ ലോൺസ്, ലയബിലിറ്റി, അതിൽ സെക്യൂർഡ് ഉണ്ടായിരിക്കും, അൺസെക്യൂർഡ് ഉണ്ടായിരിക്കും. അതിൽ വരുന്ന ലെഡ്ജർ അക്കൗണ്ടിലാണ് നെക്സ്റ്റ് കോളത്തിൽ. പിന്നെ റിസർവ്സ്, കറൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെയാണ്? പ്രൊവിഷൻ, സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസസ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസസ്. അതിലത്തെ ലെഡ്ജർ അക്കൗണ്ട്സും കൂടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ ബാലൻസ് ഷീറ്റിൽ 9 ഗ്രൂപ്പുകളാണ് വരുന്നത്. മനസ്സിലായല്ലോ? ബാലൻസ് ഷീറ്റിൽ 9 ഗ്രൂപ്പുകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 4 ഗ്രൂപ്പുകളാണ് വരുന്നത്. അങ്ങനെ മൊത്തം എത്ര ഗ്രൂപ്പുകളുണ്ട്? 13 ഗ്രൂപ്പുകളാണ് വരുന്നത്. ഇനി സബ് ഗ്രൂപ്പ് എത്ര ഉണ്ടെന്ന് നോക്കി നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഗ്രൂപ്പുകൾ, സബ് ഗ്രൂപ്പുകൾ ഒന്നും തന്നെ ഇല്ല. ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന ഗ്രൂപ്പുകൾക്കേ സബ് ഗ്രൂപ്പ് വരുന്നുള്ളൂ. അപ്പോൾ അതിൽ എത്ര സബ് ഗ്രൂപ്പ് ഉണ്ടെന്ന് നോക്കിയാൽ 1, 2, 3, 4, 5 അങ്ങനെ 16 സബ് ഗ്രൂപ്പുകളാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ മെയിൻ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻഡിച്ചർ. അതിൽ ഇൻകം എക്സ്പെൻഡിച്ചർ എഴുതുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ ഗ്രൂപ്പുകൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് ഇൻകം. അതിൽ ഒന്നിലും സബ് ഗ്രൂപ്പുകൾ വരുന്നില്ല. പിന്നെ വരുന്നത് ബാലൻസ് ഷീറ്റിൽ എഴുതുന്ന ഗ്രൂപ്പുകളാണ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ. അസറ്റ്സിനെ എത്ര ഗ്രൂപ്പുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4 ഗ്രൂപ്പുകളായിട്ടാണ്. അതായത് ഫിക്സഡ് അസറ്റ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺസ്, കറൻറ്റ് അസറ്റ്സ്. അതിൽ എത്ര സബ് ഗ്രൂപ്പുകളാണ് വരുന്നത്? അസറ്റ്സിൽ എത്ര സബ് ഗ്രൂപ്പുകൾ വരുന്നത്? ബിൽഡിംഗ്, ഫർണിച്ചർ, ലാൻഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാഷ്, ഇൻവെൻറ്ററി, ലോൺസ്, സൺട്രി ഡെറ്റേഴ്സ്. അങ്ങനെ 11 സബ് ഗ്രൂപ്പുകളാണ് വരുന്നത്. ബാക്കി ഉള്ള 5 ഗ്രൂപ്പുകളും ലയബിലിറ്റി സൈഡിൽ 4 ഗ്രൂപ്പുകളും ലയബിലിറ്റിയിൽ വരുന്നതാണ്. ലയബിലിറ്റിയിൽ വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ, ലോൺസ്, റിസർവ്സ്, കറൻറ്റ് ലയബിലിറ്റി. അതിൽ സബ് ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 13 സബ് ഗ്രൂപ്പുകൾ. 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഗ്രൂപ്പ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും 9 ഗ്രൂപ്പ് ബാലൻസ് ഷീറ്റിലും. പിന്നെ സബ് ഗ്രൂപ്പുകൾ എത്രയാണ് വരുന്നത്? മൊത്തം 16 സബ് ഗ്രൂപ്പുകളാണ്. ഈ 16 സബ് ഗ്രൂപ്പും എവിടെ എഴുതുന്നതാണ്? ബാലൻസ് ഷീറ്റിൽ എഴുതുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്ന ഒരു ഗ്രൂപ്പിനും സബ് ഗ്രൂപ്പുകൾ ഇല്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഈ ഗ്രൂപ്പുകൾ, സബ് ഗ്രൂപ്പുകൾ ഇത് നിങ്ങൾ ഇപ്പം തന്നെ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കൊന്നും വേണ്ട. നന്നായി വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ലോസ് കൊണ്ട് ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്തതല്ലേ, അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളതിൽ ഗ്രൂപ്പുകൾ മെയിനായിട്ട് പഠിച്ചു വെച്ചാൽ മതി. സബ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.